ഹോർമുസ് കടലിടുക്കിലൂടെയല്ലാതെ എണ്ണ ഇറക്കുമതി 10% വർദ്ധിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. 60% ഇറക്കുമതി 70% ഉയർത്തി. ഇന്ധനവില വർദ്ധിപ്പിക്കില്ലെന്നും കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. ഇന്ത്യയിലേക്കുള്ള LNG വിതരണം പുനരാരംഭിക്കുമെന്ന് ഖത്തർ ഉറപ്പ് നൽകിയതായും കേന്ദ്രം അറിയിച്ചു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ ചേർന്നു. അർജുൻ, ഒരു ഇന്ധനക്ഷാമത്തിലേക്ക് രാജ്യം നീങ്ങില്ല എന്ന് ഉറപ്പ് നൽകുന്ന പ്രതികരണമാണ് വരുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയല്ലാതെ അതിന്റെ ബദൽ മാർഗങ്ങളുടെ കൂടുതൽ ഇന്ധനം എത്തിച്ചുകൊണ്ട് ആ സാഹചര്യത്തെ നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നു. വിവരങ്ങൾ സുഹേലെ, ഇന്ത്യയിൽ നിലവിലൊരു ഊർജ്ജ പ്രതിസന്ധിയോ ഇന്ധന പ്രതിസന്ധിയോ ഇല്ല. സമീപ ഭാവിയിലേക്കും അത്തരത്തിലൊരു പ്രതിസന്ധി വരില്ല എന്നുള്ള കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു വിവരത്തിലൂടെ പങ്കുവെക്കുന്നതിലൂടെ വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ ഹോർമുസ് കടലിടുക്കിലൂടെ അല്ലാതെ ഇന്ത്യയിലേക്ക് 60% ഇന്ധന വിതരണവും അങ്ങനെയാണ്. അതായത് ഹോർമുസ് കടലിടുക്കിലൂടെ അല്ലാതെ മറ്റു മാർഗങ്ങളിലൂടെയാണ് വരുന്നത്. അത് 10% വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 70% ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലൂടെ അല്ലാതെയാണ് ഇന്ത്യയിലേക്കുള്ള ഊർജ്ജ വിതരണവും ഇന്ധന വിതരണവും വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ സമീപ ഭാവിയിലേക്ക് ഇന്ത്യയിൽ ഒരു ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകില്ല, ഒരു ഇന്ധന പ്രതിസന്ധി ഉണ്ടാകില്ല എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഹോർമുസ് കടലിടുക്ക് വഴിയല്ലാത്ത ഇന്ധന ഇറക്കുമതി കൂട്ടിയിരിക്കുകയാണ്, അത് 10% ഉയർത്തിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.